അച്ഛൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ദൈവം എൻ്റെ ധൈര്യം എന്നാണ് അച്ഛൻ്റെ ചിന്ത. പരിശുദ്ധാത്മാവ് അച്ഛൻ്റെ തലയിൽ ഈ ദിവസങ്ങളിൽ ബുദ്ധിയിലിട്ട് തന്ന ചിന്ത ഇതാണ്: ദൈവം എൻ്റെ ധൈര്യം എന്നുള്ളതാണ്. ദൈവം എൻ്റെ ധൈര്യം. ഈ വചന സന്ദേശം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കുടുങ്ങി കിടക്കുകയാണ്, വല്ലാതെ നിരാശപ്പെട്ട് നിൽക്കുകയാണ്, ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ കരകയറി വരത്തില്ല, അതല്ലെങ്കിൽ ഭാവിയെ ഓർത്ത് വല്ലാതെ ടെൻഷൻ അടിക്കുന്ന വ്യക്തികൾ, ധൈര്യമില്ലാതെ വല്ലാതെ നുറുങ്ങി നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള വചന സന്ദേശമാണ് ഇന്ന് അച്ഛൻ തരുവാനായിട്ട് ആഗ്രഹിക്കുക. എടുത്തോ, യെശയ്യാ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഒന്ന് ഏറ്റു പറയാമോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എന്ന കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാണ് മനുഷ്യന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ നിരാശകളിലും ജീവിതത്തിന്റെ വേദനകളിലും താളപ്പിഴകളിലും പാപങ്ങളിലും എല്ലാറ്റിലും കർത്താവ് കൂടെയുണ്ടെന്നുള്ളൊരു ഉറപ്പ്. ആ ഒരു ഉറപ്പായിരിക്കണം എന്നെയും നിങ്ങളെയും നയിക്കേണ്ടത്. ആ ഒരൊറ്റ ഉറപ്പിലായിരിക്കണം നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഈ അടുത്ത് നമ്മളുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ദൈവികമായി ദൈവിക പരിപാലനയോട് ചേർത്ത് ചിന്തിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഈശോയെ അല്ലാതെ നമുക്കൊരു കാര്യങ്ങളിലും കാണാൻ പറ്റത്തില്ല. എല്ലാവരിലും ഈശോയെ കാണാൻ പറ്റും, എല്ലാ ചിന്തകളിലും ഈശോയെ കാണാൻ പറ്റും, എല്ലാ പ്രവൃത്തികളിലും ഈശോയെ കാണാനായിട്ട് പറ്റും. ഈ അച്ഛനിപ്പോ കോറിഡോറിൽ കൂടി നടക്കുകയെന്ന് വിചാരിച്ചോ, ഇപ്പൊ ജിൻസി അച്ഛനെ നോക്കി ചിരിക്കുവാണെന്ന് വിചാരിച്ചോ, അച്ഛൻ എന്താ ചിന്തിക്കുന്നത് അറിയാമോ? ഈശോ ആഗ്രഹിച്ചിട്ടാണ് അവൾ എന്നെ നോക്കി ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഉഷേച്ചി ഇപ്പൊ എന്നെ വൈകുന്നേരം കാണാൻ വന്നു, പിന്നെ നമ്മുടെ ചേച്ചിയൊക്കെ വൈകുന്നേരം കാണാൻ വന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്? ഈശോ ആഗ്രഹിച്ചിട്ടാണ് കാണാൻ വന്നത്. അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു പ്രതിസന്ധി വന്നു, ഇന്ന് കുറച്ചു നേരം മുമ്പ് ഒരു പ്രതിസന്ധി വന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇതാണ്: എന്റെ ഈശോ ആഗ്രഹിച്ചിട്ടാണ് ഈ പ്രതിസന്ധി എന്റെ ജീവിതത്തിലേക്ക് വന്നത്. കണ്ടോ, എല്ലാം ഈശോ 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 എന്നുള്ളൊരു കണ്ണുകളിലൂടെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അധൈര്യരാകാൻ പറ്റത്തില്ല. ധൈര്യത്തോടെ എല്ലാം നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ ദിവസം ഞാനുണ്ടല്ലോ ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഷട്ടിൽ ബാറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനങ്ങനെ വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്ലെയറൊന്നുമല്ല, അത്യാവശ്യം എക്സസൈസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ബാഡ്മിന്റൺ കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ജയിക്കാറില്ല. എനിക്കതിൽ നിരാശയുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസിന് വേണ്ടിയാണ്, മറ്റുള്ള ആളുകളൊക്കെ നന്നായിട്ട് കളിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? തോറ്റ് നിൽക്കുന്ന ആൾക്ക് പിന്നെ ഒരു വിഷമമില്ലല്ലോ, പ്രതീക്ഷിക്കണ്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഭയങ്കരമായിട്ട് ബാഡ്മിന്റൺ കളിക്കുന്ന ഒരു മാഷുണ്ട്, ആ മാഷിന്റെ ടീമിൽ ചേർന്നു. അപ്പൊ ഞാൻ ഓപ്പോസിറ്റ് ടീമിന് നോക്കിക്കഴിഞ്ഞപ്പോ എന്താ പറയണ, കംസനും ഇത് നിൽക്കുന്ന പോലെ രണ്ട് വലിയ മല്ലന്മാര് നിൽക്കുകയാണ്. ഞാൻ വിറച്ചുപോയി ആദ്യം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ. ദൈവമേ, ഒരു 5 പോയിന്റെങ്കിലും എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. 20 ഇന്നലെ ടെൻഷനിലിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഈ മാഷുണ്ടല്ലോ, മാഷ് ഭയങ്കര പ്ലെയറാണ്. കണ്ടോ, സത്യം, മാഷ് ഭയങ്കര പ്ലെയറാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കളി തുടങ്ങി. ആദ്യത്തെ കളി നിസ്സാരമായിട്ട് ഞങ്ങൾ ജയിച്ചു. അത് എൻ്റെ ഇതൊന്നുമല്ല, കൂടെയുള്ള ആളുണ്ടല്ലോ ഭയങ്കര കരുത്തനായിട്ടുള്ള ആളാണ്. പിന്നെ രണ്ടാമത്തെ കളി മാഷിന്റെ കൂടെ തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. രണ്ടാമത്തെ കളി ആദ്യത്തെ കളി പോലെ ടെൻഷനില്ല, യാതൊരു ടെൻഷനും ഇല്ല. കാരണം എന്താ? അവരെടുത്തിട്ടാലും എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആരെടുക്കും? മാഷെടുക്കും. മാഷ് എവിടെ വന്നാലും ആള് പൊക്കം കുറവാണ്, കുരുട്ടാണ്, സ്ലിം ബ്യൂട്ടിയാണ്, പറന്നെടുക്കാണ്. എവിടെ ചെന്നാലും ബോള് പറന്നെടുക്കണം. ഫാദർ ഫീൽ ഫ്രീ, ഡോണ്ട് വറി, ഐ ആം വിത്ത് യു. ഇടക്കിടക്ക് എന്നോട് ഫാദർ ഐ ആം വിത്ത് യു, ഡോണ്ട് വറി, ഐ ആം വിത്ത് യു, ഐ വിൽ ടേക്ക് യു, ജസ്റ്റ് ടേക്ക് റെസ്റ്റ്, കീപ് ക്വയറ്റ്. എല്ലാ ബോളും പുള്ളി എടുക്കുകയാണ്. രണ്ടാമത്തെ കളിയും നിസ്സാരമായിട്ട്, മൂന്നാമത്തെ കളിയും നിസ്സാരമായിട്ട്, നാലാമത്തെ കളിയും നിസ്സാരമായിട്ട്. കുറെ നാളുകൾ കൂടി അന്ന് ആദ്യമായിട്ടാണ് കൂർക്കം വലിച്ച് ഞാൻ കിടന്നുറങ്ങിയത് വൈകുന്നേരമായിട്ട്. കാരണം തോറ്റ് തൊപ്പിയിട്ടിരുന്ന ഞാൻ അന്ന്
സിസ്റ്റർ ഞാനായിരുന്നു കേട്ടോ. അന്നൊരു പ്രത്യേക പുഞ്ചിരിയൊക്കെ എന്റെ മുഖത്ത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര സന്തോഷമായി. അപ്പൊ കർത്താവ് എന്നെ പഠിപ്പിച്ചുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? നീ ഒന്നിനും ഓർത്തും വിഷമിക്കണ്ട. നീ ഒറ്റയ്ക്ക് ജീവിതത്തിൽ കളിക്കുവാണെങ്കിൽ നീ തോറ്റുപോകും. എന്റെ കൂടെ ഉണ്ടോ? ഒറ്റയ്ക്ക് നീ ജീവിതത്തിൽ കളിച്ചാൽ നീ തോറ്റുപോകും. പക്ഷെ ഞാനുണ്ടെങ്കിലുണ്ടല്ലോ, ഫീൽ ഫ്രീ, കം, ബി ക്വയറ്റ്, ഐ വിൽ പ്ലേ ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി കളിക്കാം, നീ എന്റെ കൂടെ നിന്നാ മതി. ഈ കഥയിലൂടെ, ഈ ഒരു അനുഭവത്തിലൂടെ അച്ഛൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇപ്പൊ അച്ഛനെ യൂട്യൂബിലൂടെ കേൾക്കുമായിരിക്കും. അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിൽ വല്ലാതെ തകർന്നിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഒരു രക്ഷയില്ല എന്ന് വിചാരിച്ച് എല്ലാ 4 വശത്തുനിന്നും പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. കടങ്ങളൊക്കെ കയറി നിരാശപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. നിങ്ങൾ എന്തിനാണ് ഒറ്റയ്ക്ക് ടെൻഷൻ അടിക്കുന്നത്? കുറച്ച് ടെൻഷൻ പുള്ളിക്കാരനും കൊടുക്ക്. പുള്ളി കൂടെ ഉണ്ടെങ്കിൽ, ഈശോ കൂടെ ഉണ്ടെങ്കിൽ പുള്ളി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂന്നേ. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും. ഉൽപ്പത്തി പുസ്തകം അല്ലെ, പുറപ്പാടിന്റെ പുസ്തകം 14:14 കർത്താവ് മോശയോട് പറയുന്നുണ്ട്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഒന്നേറ്റ് പറഞ്ഞേ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പറ്റുമെങ്കിൽ എന്റെ കൂടെ പിടിച്ചോ. പുറപ്പാട് 5 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ, 5 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ ഒന്ന് പെട്ടെന്ന് മറിക്കാൻ പറ്റുമെങ്കിൽ മറിച്ചോ. പുറപ്പാട് 5 മുതൽ നമ്മൾ കാണുന്നുണ്ട്, മോശ പല പ്രാവശ്യമായിട്ട് ഫറവോയുടെ മുന്നിൽ ചെല്ലുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായത്തില് മോശ കർത്താവിനോട് പറയാണ്, കർത്താവേ ഞാൻ ആരാണ്? കർത്താവേ ഞാൻ ആരാണ്? വിക്കനാണ്. ബലഹീനതയെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? മനുഷ്യന്റെ ഒന്നാമത്തെ ബലഹീനത എന്താ? ശാരീരിക ബലഹീനത. ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും വേറെ ആർക്കും ഓർമ്മയുണ്ടോ? അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? രണ്ടാമത്തെ ബലഹീനത എന്താ? വൈകാരിക ബലഹീനത. മൂന്നാമത്തേത് ആത്മീയമായ ബലഹീനത. കേട്ടോ, ഒന്നാമത്തെ ബലഹീനത ശാരീരിക ബലഹീനത. അപ്പൊ മോശ കർത്താവിനോട് പറഞ്ഞു, ഞാൻ വിക്കനാണ്, എനിക്ക് പറയാനൊന്നും കാര്യമില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല. പക്ഷേ ദൈവം മോശയെ ധൈര്യപ്പെടുത്തി കഴിഞ്ഞപ്പോ പിന്നീടുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുകയാണ്, മോശ ധൈര്യത്തോടെ ഫറവോയുടെ മുന്നിൽ ചെന്നിട്ട് പറയാണ്, എന്റെ ജനത്തെ നീ വിട്ടുതരണം. ധൈര്യത്തോടെ പറയാണ്. ദൈവം വന്നു കഴിഞ്ഞപ്പോ ധൈര്യം വന്ന് നിറയാണ്. പിന്നെ ദൈവം 10 മഹാമാരികളൊക്കെ നിങ്ങൾ കണ്ണോടിച്ച കാണും. ഒന്ന് നോക്കി പറഞ്ഞു തന്നെ, എന്തൊക്കെയാണ് മഹാമാരികള്? ഈച്ച വരുന്നു, പിന്നെ എന്തൊക്കെയാ? വെള്ളം രക്തമായി മാറുന്നു, വടി സർപ്പമായി മാറുന്നു, പിന്നെ എന്തൊക്കെയാ? വെട്ടുകിളികൾ വരുന്നു, പിന്നെന്താ? തവളകൾ വരുന്നു, പിന്നെ വ്രണങ്ങൾ വരുന്നു, പിന്നെന്താ? കന്മഴ പെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഉപദ്രവങ്ങള് ഫറവോയുടെ രാജ്യത്തിന്, ഈജിപ്തിലേക്ക് കടന്ന് വരുന്നത് നമ്മൾ കാണുകയാണ്. അവസാനം 14-ാം അധ്യായത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? വലിയൊരു അത്ഭുതം. 14-ാം അധ്യായത്തിൽ ഒരു അത്ഭുതം കാണുന്നത് എന്താ? ചെങ്കടൽ കടക്കുന്നത് നമ്മൾ കാണുകയാണ്. ധൈര്യത്തോടെ ഫറവോ മോശ ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കീറി മുറിച്ച് അതിന് നടുവിലൂടെ നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കണ്ടോ, ദൈവം എപ്പോഴാണോ നമ്മുടെ കൂടെയുള്ളത്, അല്ല നമ്മൾ എപ്പോഴാണോ ദൈവത്തിന്റെ കൂടെയുള്ളത്, ആ നിമിഷങ്ങളിലൊന്നും ഒന്നിനെ പ്രതിയും നമ്മൾ അധൈര്യരാകേണ്ട യാതൊരു കാര്യവുമില്ല. 1 സാമുവേൽ 17. നമുക്കറിയാലോ, ഈ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ദാവീദ് എന്ന് പറയുന്നത് ഒരു ഇടയ ബാലനാണ്. 8 മക്കളില് ഏറ്റവും ഇളയ പുത്രനാണ്. പക്ഷേ ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയൊരു മല്ലനാണ്. അവന് അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചൊക്കെ വളരെ വിപുലമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? അവന്റെ തലയിൽ ഒരു പിച്ചള തൊപ്പി ഉണ്ടായിരുന്നു. 5000 ഷെക്കൽ തൂക്കമുള്ള പിച്ചള കവചമാണ് അവൻ ധരിച്ചിരുന്നത്. അവൻ പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ട ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തിരുന്നു. അപ്പൊ അവനിങ്ങനെ വർണ്ണിക്കുകയാണ്, ഇങ്ങനെ വർണ്ണിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ദാവീദ് എന്താണ് അവന്റെ കയ്യിൽ കരുതിയത്? എന്തായിരുന്നു കരുതിയത്? കവണയും 2 വചനം ഒന്ന് എടുക്കാമോ? 45-ാമത്തെ വാക്യം എടുക്കാമോ? 17-ാം അധ്യായം 45-ാമത്തെ വാക്യം. ദാവീദ് ഗോലിയാത്തിനെ ഏറ്റുമുട്ടുന്ന സമയമാണ്. ആ സമയത്ത് എന്താണ് നമ്മൾ കാണുന്നത്? ദാവീദ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് പ്രതിവദിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു.
ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. നമ്മളുടെ ജീവിതത്തില് വലിയ ഗോലിയാത്തിനെ പോലെ വലിയ രോഗങ്ങള്, മാരകമായ രോഗങ്ങൾ വരും, വലിയ കടബാധ്യതകൾ വരും, വലിയ ബിസിനസ് തകർച്ചകൾ വരും, വലിയ മാനസിക സംഘർഷങ്ങൾ വരും. ആ സമയത്ത് നടുനിവർത്തി നിന്നിട്ട് ദാവീദിനെ പോലെ നമ്മള് എല്ലാവരും പറയണം, ഞാൻ വന്നിരിക്കുന്നത് നീ ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണെന്ന് നമ്മൾ എല്ലാവരും പറയണം. മുന്നോട്ട് വായിച്ചേ. കർത്താവ് നിന്നെ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ ഇന്ന് വീഴ്ത്തും. രോഗത്തോട് പറയണം, രോഗമേ ഞാൻ നിന്നെ ഇന്ന് വീഴ്ത്തും. കടബാധ്യതയെ ഞാൻ നിന്നെ ഇന്ന് വീഴ്ത്തും. മാനസിക സംഘർഷമേ ഞാൻ നിന്നെ ഇന്ന് വീഴ്ത്തും. ദുരിതമേ ഞാൻ നിന്നെ ഇന്ന് വീഴ്ത്തും. സഹനമേ ഞാൻ നിന്നെ ഇന്ന് വീഴ്ത്തും. കാരണം ആരെന്റെ കൂടെയുണ്ട്? ആരെന്റെ കൂടെയുണ്ട്? സൈന്യങ്ങളുടെ കർത്താവായ ദൈവം എന്റെ കൂടെയുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 27, 13, 14. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഒന്ന് കണ്ണടച്ചേ, അച്ഛൻ പറഞ്ഞു തരാം. ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ. കണ്ണടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ വചനത്തിന്റെ സത്ത ഒന്ന് ആത്മാവിലേക്കൊന്ന് സ്വീകരിച്ച് നേറ്റ് പറഞ്ഞ്, ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 23:4 എടുത്ത്. സങ്കീർത്തനങ്ങൾ 23:4. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. ഇനി ഈ രോഗവും ശാപവും ഒന്നുമല്ല, ഇനി മരണം പോലും നമ്മുടെ മുന്നിൽ വന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല, അധൈര്യരാകേണ്ട. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇതൊരു ആമുഖമായിരുന്നു. ഇനി ധൈര്യം ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു തരാൻ പോവാണ് കേട്ടോ. അച്ഛനൊന്നും പരത്തി പറയാറില്ലല്ലോ, പോയിന്റ് ആയിട്ടല്ലേ പറയാറ്. പിന്നെ ജീവിതത്തിൽ ധൈര്യം ഉണ്ടാവണമെങ്കിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ധൈര്യം ഉണ്ടാകണമെങ്കിൽ ഒന്നാമത്തേതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യം അനുസരണം. ഒന്നാമത്തേത് അനുസരണം ഉണ്ടാകണം. ജീവിതത്തെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയണമെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് അനുസരണം ഉണ്ടാകണം. അനുസരണം. കുഞ്ഞുങ്ങളാണെങ്കിലും മാതാപിതാക്കളെ അനുസരിക്കണം, മാതാപിതാക്കളാണെങ്കിൽ പരസ്പരം അനുസരിക്കണം. അനുസരണം, ദൈവത്തെ അനുസരിക്കണം. ഒന്നാമതായിട്ട് ദൈവത്തെ അനുസരിക്കണം. അനുസരണത്തിലൂടെയാണ് ധൈര്യത്തോടുകൂടെ നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുക. ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. ലൂക്കാ 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് മറിയത്തെ അറിയിക്കുകയാണ്. മറിയത്തെ അറിയിച്ചു കഴിഞ്ഞപ്പോ മറിയം നോ പറഞ്ഞോ? മറിയം എന്താ പറഞ്ഞത്? യെസ് പറഞ്ഞു. യെസ് പറഞ്ഞു കഴിഞ്ഞപ്പോ, ദൈവത്തെ അനുസരിച്ചു കഴിഞ്ഞപ്പോ ദൈവം വചനം മാംസമായിട്ട് കർത്താവായ യേശു ക്രിസ്തു മറിയത്തിന്റെ ഉദരത്തിലേക്ക് വന്നു. മറിയത്തിന്റെ ജീവിതം വളരെ ഈസി ആയിരുന്നോ? പട്ടുമെത്ത വിരിച്ച വഴികളായിരുന്നു മറിയത്തിന്റെ ജീവിതത്തില്. മറിയത്തിന്റെ ജീവിതത്തിൽ ഒന്ന് ഏറ്റവും വലിയ സഹനം എന്താ? എന്തോ? ഈശോയുടെ കുരിശുമരണമാണ്. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു അപ്പനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ദുരിതം എന്താണ്? സ്വന്തം മകനും മകളും അമ്മയും അപ്പനും ജീവിച്ചിരിക്കുമ്പോ മരിക്കുന്നതാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. ഇപ്പൊ എൻ്റെ അമ്മയുടെ അപ്പൻ 100 വയസ്സായപ്പോഴാണ് മരിച്ചത്. 100 വയസ്സ് കഴിഞ്ഞു പുള്ളി മരിക്കുന്ന സമയത്ത്. അപ്പം ഏറ്റവും മൂത്ത മകൻ 78-79 വയസ്സിലായിട്ട് മരിച്ചു.
അപ്പൊ ഇങ്ങനെ ശവകുടീരത്തെങ്കിൽ ഇരുന്ന് ബോഡി ഇങ്ങനെ വെച്ചിട്ട് പാവ അപ്പാപ്പൻ, അത്രയും പ്രായമുള്ള അപ്പാപ്പൻ ഇങ്ങനെ ഇരുന്ന് കരയാണ്. എത്ര പ്രായമായാലും അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോ മക്കള് മരിക്കുക എന്ന് പറയുന്നത് അത് അസഹനീയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മറിയത്തിന് ആ സഹനത്തിന്റെ നിലവഴികളിലെല്ലാം ധൈര്യത്തോടുകൂടെ ജീവിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അനുസരിച്ചതുകൊണ്ടാണ്. ദൈവത്തെ അനുസരിച്ചത് കൊണ്ടാണ്. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. 2 മക്കബായർ എഴുതിയ പുസ്തകം 2 മക്കബായർ 7-ാം അധ്യായം 1 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഹെഡിങ് എന്താ? 7-ാം അധ്യായത്തില് നമ്മൾ കാണുന്നത് എന്താ? അമ്മയും 7 മക്കളും. അമ്മയും 7 മക്കളും. ഈ 7 മക്കളെയും ദൈവത്തിന്റെ കൽപ്പന നിരസിക്കാത്തത് കൊണ്ട് രാജാവ് എന്ത് ചെയ്യാണ്? എല്ലാവരെയും 7 മക്കളെയും രക്തസാക്ഷിത്വത്തിന് വിധേയരാകുകയാണ്. അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ നിയമത്തെ അനുസരിച്ചു എന്നുള്ളതാണ്. നമുക്ക് ഈ വചനം എടുക്കാം. 30-ാമത്തെ വാക്യം എടുത്തേ. 30-ാമത്തെ വാക്യം. ഒരു മകൻ മരിക്കുന്നതിന് മുമ്പ് അവൻ പറയുന്ന ഒരു വചനമുണ്ട്, വാക്യമുണ്ട്. ഒന്ന് വായിച്ചേ. 7-ാം അധ്യായം 30-ാമത്തെ വാക്യം. അവൾ സംസാരിച്ചു തീർന്ന ഉടനെ യുവാവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വൈകുന്നത്? രാജകൽപ്പന ഞാൻ അനുസരിക്കുകയില്ല. മോശ വഴി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച നിയമം ഞാൻ അനുസരിക്കുന്നു. കണ്ടോ? രാജാവിന്റെ നിയമത്തെയല്ല, മോശ വഴി ഞങ്ങൾക്ക് ലഭിച്ച ദൈവത്തിന്റെ നിയമം ഞങ്ങൾ അനുസരിക്കുന്നു. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം എടുത്തേ. ജോസഫും പോത്തിഫറും. പോത്തിഫർ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമാണ്. അപ്പോ ആ വ്യക്തിയുടെ കരങ്ങളിലേക്ക് ജോസഫിനെ ലഭിക്കുകയാണ്. ജോസഫ് ആ കാരാഗ്രഹവും തടങ്കലും ഒക്കെ സൂക്ഷിപ്പുകാരനായിട്ട് മാറുന്നു. മെയിൻ ആയിട്ടുള്ള ഒരാളായിട്ട് ആ ഭവനത്തിന്റെ മേൽ, അവന്റെ ഭാര്യയുടെ മേലൊഴിച്ച് ബാക്കി എല്ലാ സേവകരുടെ മേലും ജോസഫ് അധിപനായിട്ട് മാറുകയാണ്. ആ സമയത്ത് ഈ പോത്തിഫറിന്റെ ഭാര്യ അവനെ പാപത്തിന് ക്ഷണിക്കുന്നുണ്ട്. വ്യഭിചാരം എന്ന പാപത്തിലേക്ക് ജോസഫിനെ ക്ഷണിക്കുന്നുണ്ട്. ജോസഫ് അതിൽ വീണു പോകുന്നുണ്ടോ? മറിച്ച് ജോസഫ് ആരുടെ നിയമത്തെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നു? ആരുടെ? ദൈവത്തിന്റെ നിയമം ജീവിതത്തില് പ്രാവർത്തികമാക്കുകയാണ്. ആ ദൈവത്തിന്റെ നിയമം പ്രാവർത്തികമാക്കിയത് കൊണ്ട് അവസാനം ഈ ജോസഫ് ആരായിട്ട് രൂപാന്തരപ്പെടുന്നു? ഈജിപ്തിന്റെ അധിപനായി രൂപാന്തരപ്പെടുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ധൈര്യത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഒന്നാമതായിട്ട് അനുസരണം വേണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. കണ്ടോ? കൽപ്പനകൾ പാലിക്കണം, കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അപ്പോൾ ധൈര്യത്തോടെ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നബൂഖദ്നേസർ രാജാവ് 3 ചെറുപ്പക്കാരെ തീച്ചുളയിൽ എറിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു 100 പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണിത്. ആ 3 ചെറുപ്പക്കാരുടെ പേരുകൾ എന്തൊക്കെയാ? 3 ചെറുപ്പക്കാരുടെ പേരെന്താ? നമ്മള് ഒരു മാസത്തിൽ 2 പ്രാവശ്യം അതിനെ കുറിച്ച് പറയുന്നതാണ് ഇവിടെ. ചെറുപ്പക്കാരുടെ പേരെന്താ? ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ. കേട്ടോ? ഈ 3 ചെറുപ്പക്കാര്. അവരെ എന്തുകൊണ്ടാണ് തീച്ചുളയിലേക്ക് എറിയാനുള്ള കാരണം എന്താ? രാജാവ് ഉണ്ടാക്കിയ ബാൽ ദേവനെ, വിഗ്രഹത്തെ ആരാധിച്ചില്ല. ദൈവത്തിന്റെ നിയമം മാത്രമേ ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ, ദൈവത്തെ മാത്രം അനുസരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരെ തീച്ചൂളയിലേക്ക് എറിയുന്നതാണ്. അപ്പൊ ഒന്നാമതായിട്ട് ജീവിതത്തിൽ ധൈര്യം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആരെ അനുസരിക്കണം? ദൈവത്തെ അനുസരിക്കണം. ഭൂമിയിലുള്ള നമ്മുടെ അധിപന്മാരെയൊക്കെ അനുസരിക്കണം. കുഞ്ഞുങ്ങളാണെങ്കിൽ, ജിൻസിയാണെങ്കിൽ അമ്മയെ അനുസരിക്കണം. എന്നാലേ ജീവിതത്തിൽ ധൈര്യം കിട്ടുള്ളൂ. ചെറുത് നിനക്ക് മനസ്സിലായോ? അമ്മേനെ അനുസരിക്കണം, അപ്പനെ അനുസരിക്കണം. എങ്കിലേ ധൈര്യം കിട്ടുള്ളൂ, ദൈവിക കൃപ നമ്മളിലേക്ക് നിറയത്തുള്ളൂ. വലതുകരമുയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തേത് ധൈര്യം ഉണ്ടാകണമെങ്കിൽ അനുസരിക്കണം. രണ്ടാമത്തേത്
നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ എന്താ? രണ്ടാമത്തേത് നമ്മൾ പ്രാർത്ഥിക്കണം. ദാനിയേൽ പ്രവചനം എടുത്തോ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേലിനെ ദാരിയൂസ് രാജാവ് എന്ത് ചെയ്യാണ്? സിംഹക്കുഴിയിൽ തള്ളിയിടാണ്. ദാനിയേലിനെ നോക്കിയ 3 തലവന്മാരിൽ ഒരുവനായിട്ട് രാജാവ് ഉയർത്തുകയാണ്. ഇതിൽ അസൂയ പൂണ്ട ഈ ജനങ്ങൾ എന്ത് ചെയ്യാണ്? ഈ വ്യക്തികൾ എന്ത് ചെയ്യാണ്? ദാനിയേലിനെ സിംഹക്കുഴിയിൽ തള്ളിയിടണമെന്ന് പറയാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇവര് 3 പേര്, മറ്റു അസൂയ പൂണ്ട ആളുകളൊക്കെ ഈ ദാരിയൂസ് രാജാവിന്റെ അടുത്ത് നിന്നിട്ട് പറയും, ദാരിയൂസ് രാജാവെ, അങ്ങ് ഒരു കൽപ്പന പുറപ്പെടുവിക്കണം, അങ്ങേ അല്ലാതെ മറ്റാരെങ്കിലും ആരാധിക്കുന്നവരെ സിംഹക്കുഴിയിൽ തള്ളിയിടണമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്താൻ പറയും. അപ്പൊ ദാരിയൂസ് രാജാവ് എന്ത് ചെയ്യും? എന്നെ അല്ലാതെ മറ്റാരെങ്കിലും ആരാധിക്കുന്നവരെ സിംഹക്കുഴിയിൽ തള്ളിയിടുമെന്നുള്ളൊരു കൽപ്പന പുറപ്പെടുവിക്കും. പക്ഷേ ഈ ദാനിയേൽ എന്ത് ചെയ്യും? ദാനിയേലില് നമ്മൾ ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്. 10-ാം വാക്യം എടുത്ത്. 10-ാം വാക്യം ദാനിയേൽ എന്താ ചെയ്യുന്നത്? 10-ാം വാക്യം ഏറ്റവസാനത്തെ 3 വരി വായിച്ചാൽ മതി. വീടിന്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങളുണ്ടായിരുന്നു. താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. അവൻ ദിവസേന ചെയ്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഇവന്റെ ജനാലകളൊക്കെ ഇസ്രായേൽ ജനത്തിന് മുഴുവനും കാണാവുന്ന രീതിയിലല്ല, എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ മലർക്കെ തുറന്നു കിടക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഈ പരദൂഷണ കമ്മിറ്റി ആളുകള്, അസൂയ പൂണ്ട ആളുകള് ഈ കാര്യം രാജാവിനെ അറിയിക്കുകയും ഈ ദാനിയേലിനെ എവിടെ കൊണ്ടേ തള്ളുകയും ചെയ്യുന്നു? സിംഹക്കുഴിയില് തള്ളുകയും ചെയ്യുന്നുണ്ട്. ദാനിയേല് പേടിക്കുന്നുണ്ടോ? ദാനിയേല് ഭയപ്പെടുന്നുണ്ടോ? മറിച്ച് എന്ത് ചെയ്യുന്നു? ദാനിയേല് സിംഹക്കുഴിയിൽ കടന്നു കഴിയുമ്പോൾ സിംഹങ്ങൾ അവനെ എടുത്ത് ഭക്ഷിക്കുന്നുണ്ടോ? ഇല്ല. പിറ്റേ ദിവസം രാവിലെ ഈ രാജാവിന് ആക്ച്വലി ഈ ദാനിയേൽ പ്രവാചകനെ ഭയങ്കര ഇഷ്ടമാണ്. 19-ാമത്തെ വാക്യം എടുത്തേ. 19-ാമത്തെ വാക്യം 6-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിച്ചേ. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. ദാനിയേലിനെ ഇട്ടിരുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. തന്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എന്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ് അടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുൻപിലും ഞാൻ നിരപരാധനാണല്ലോ. അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് ദാനിയേലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവൽപ്പിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി തന്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. കണ്ടോ? ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് ഒരു പോറല് പോലും ദാനിയേലിന് സംഭവിച്ചില്ല. ദാനിയേലിനെ ആ സിംഹങ്ങളെ വിഴുങ്ങാതിരുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം പ്രാർത്ഥനയായിരുന്നു. കണ്ടോ? ദാനിയേല് ഇപ്പൊ ആദ്യം നമ്മൾ വായിക്കും അത്ഭുതകരമായ എന്താണ് 3-ാമത്തെ വാക്യം വായിക്കും. 6-ാം അധ്യായം 3-ാം വാക്യത്തില് അത്ഭുതകരമായ ദൈവീക ചൈതന്യം ഉണ്ടായിരുന്നത് കൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും കാൾ ശ്രേഷ്ഠനായിത്തീരുന്നു. കണ്ടോ? നല്ലതുപോലെ ദൈവീക ചൈതന്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ദൈവീക ചൈതന്യം ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? പ്രാർത്ഥന ഉണ്ടാകണം. പിന്നെ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ദാവീദ് 3 പ്രാവശ്യം എല്ലാ ദിവസവും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന്. ആ സിംഹക്കുഴിയിലേക്ക് ദാവീദിന് ധൈര്യത്തോടെ പോകുവാനായിട്ട് സാധിച്ചത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥിച്ചിരുന്ന വ്യക്തിയായിരുന്നത് കൊണ്ടാണ്. ഇനി ഈശോയെ നമുക്ക് എടുക്കാം. ലൂക്കാ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യം എടുത്ത്. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. പിന്നെ ലൂക്കാ 23:46 എടുത്തേ. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇതു പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കർത്താവായ യേശു മിശിഹാ, he was a man of prayer.
കർത്താവ് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. അവൻ വിജന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിച്ചു. രൂപാന്തരീകരണ സമയം പ്രാർത്ഥനയായിരുന്നു. മാമോദീസ പ്രാർത്ഥനയായിരുന്നു. മരുഭൂമിയിലെ 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. എന്നും പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നോക്കിയേ, കർത്താവ് ഗെത്സെമനയില് കുരിശിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം അല്ലെങ്കിൽ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് കുരിശിലേക്ക് കയറുന്നത്. കുരിശിലേക്ക് കയറിയിട്ട് കർത്താവ് മരിക്കുന്നതിന്റെ അവസാന നിമിഷം പറഞ്ഞ വാക്യം എന്താണ്? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ തളർന്നിരിക്കുവാണെങ്കിലുണ്ടല്ലോ, യു ആർ ലാക്കിംഗ് പ്രയർ ലൈഫ്. ഞാൻ പറയുന്നതാണ്, ആരെങ്കിലുമൊക്കെ തളർന്നിരിക്കുവാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ നിരാശപ്പെട്ടിരിക്കുവാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ധൈര്യമില്ലാതിരിക്കുവാണെങ്കിൽ നിനക്ക് പ്രാർത്ഥനയില്ല. നീ ആവശ്യത്തിന് പ്രാർത്ഥിക്കുന്നില്ല. നീ ആവശ്യത്തിന് മുട്ടുമേൽ നിന്ന് ഈ ദാനിയേലിനെ പോലെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഈശോയെ പോലെ നീ ഗെത്സെമനിലെ അനുഭവങ്ങളിൽ എന്നിട്ട് നിനക്ക് ധൈര്യമില്ലാതിരിക്കുന്നുവാണെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നില്ല. നീ വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുന്നില്ല. നീ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ യു വിൽ ഹാവ് ദ സ്ട്രെങ്ത് ടു ഓവർകം ഓൾ ദ ഡിഫിക്കൽട്ടീസ് ആൻഡ് പെറിൽസ് ഇൻ യുവർ ലൈഫ്. നീ ഇപ്പോഴും പറയാണ്, എനിക്ക് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ജീവിക്കണ്ട എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നില്ലാത്തത് കൊണ്ടാണ്. നീ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നിനക്ക് ആത്മാവിലും ഹൃദയത്തിലും പ്രാർത്ഥനാ ചൈതന്യം ഉണ്ടായിരുന്നെങ്കിൽ ഈശോ പറഞ്ഞതുപോലെ പറയാൻ നിനക്ക് കഴിയുമായിരുന്നു, കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എന്റെ പ്രശ്നങ്ങളെയൊക്കെ ഞാൻ സമർപ്പിക്കുന്നു എന്ന്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ലാതെ തകർന്നിരിക്കുവാണ്, വല്ലാതെ നിരാശപ്പെട്ടിരിക്കുവാണ്, ഒരു രക്ഷയില്ലെന്നെങ്കിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കാത്തോണ്ടാട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നീ മരിക്കാൻ പോവാണെങ്കിൽ പോലും പ്രാർത്ഥനാ ചൈതന്യം ഉണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഓവർകം ഇറ്റ്. നിനക്കത് ഓവർകം ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെ ഒരു ഡോക്ടർ കാണാൻ വന്നിരുന്നു രാവിലെ. അവൻ ആദ്യം യു കെയിൽ പോകാനായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയായി, പക്ഷെ ശരിയായില്ല. ഭയങ്കര നിരാശയിലാണ് ആള്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു? പ്രാർത്ഥിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. വല്ല കാര്യമുണ്ടോ? പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അവൻ ഒന്നിക്ക് കർത്താവ് ആ കാര്യം റെഡിയാക്കി കൊടുക്കും, അതല്ലെങ്കിൽ ആ സഹനം ഏറ്റെടുക്കാനുള്ള കരുത്ത് കൊടുക്കും. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് നീ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കരയണേ, നീ വേദനിക്കുന്നത് ഉറങ്ങുന്നത്. നീ നല്ലതുപോലെ ഒന്ന് ടൈം കൊടുത്ത് പ്രാർത്ഥിക്കാൻ നിനക്ക് പറ്റിയ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും നിനക്ക് മറികടക്കാനായിട്ട് പറ്റും. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തളർന്നിരിക്കുവാണോ? നിന്റെ ഇടവക ദേവാലയത്തിലോ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലോ നിന്റെ ഭവനത്തിന്റെ തന്നെ പ്രാർത്ഥനാ മുറിയിലോ പോയിരുന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. ഗെത്സെമനിയില് കർത്താവ് തന്റെ പിതാവിനെ കൺഫ്രണ്ട് ചെയ്തതുപോലെ നീ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവനോട് നിന്റെ വേദനകളും നിരാശകളും ഒക്കെ പറ. അവിടെ എടുക്കാത്ത ഒരു കേസും ഇല്ല. എല്ലാ കേസും അവിടെ എടുക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി അവിടെ നിന്ന് തരും. ഒന്നുകിൽ നിന്റെ പ്രശ്നവും സഹനവും അവൻ എടുത്തു മാറ്റും, അതല്ലെങ്കിൽ എടുക്കാനുള്ള കരുത്ത് നിനക്ക് തരും. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 22:9. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ, എനിക്ക് തുണയായവനെ എന്റെ സഹായത്തിന് വേഗം വരണമേ. എടുക്കണ്ട, ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ, എനിക്ക് തുണയായവനെ എനിക്ക് സഹായത്തിന് വേഗം വരണമേ. സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണ്. അവൻ ചോദിക്കുകയാണ്, അവൻ പറയാണ്, ദാവീദാണ് സങ്കീർത്തനങ്ങൾ എഴുതിയെന്നാ പറയുക. ആ വേദനയിൽ നിൽക്കുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ, എനിക്ക് തുണയായവനെ എനിക്ക് സഹായത്തിന് വരണമേ. സങ്കീർത്തനം 56:3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഒന്ന് വചനേറ്റ് പറഞ്ഞ്, ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പൊ നോക്കിയ മനുഷ്യരുടെ ഇടയിൽ പെട്ടുപോയി നിൽക്കുന്ന ആളുകളാണ്. ശത്രുക്കള് നിന്നെ തകർക്കാൻ നിൽക്കുന്ന അവസരത്തിലാണ്. നിന്നോട് വിദ്വേഷവും വെറുപ്പും അസൂയയുള്ള ആളുകളൊക്കെ നിന്നെ ഞെരിക്കാനായിട്ട് തക്കൻ പാർത്ത് നിൽക്കുകയാണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചോ? കട്ട് ചെയ്യണോട്ടോ. അത്
തൃക്കൺ വന്ന് തക്കൺ വാർത്ത് നിൽക്കാന്ന് കട്ട് ചെയ്യണം. തക്കൻ വാർത്ത് നിൽക്കുവാണെന്ന് വിചാരിച്ചോ, ഈ സങ്കീർത്തനൊക്കെ എടുത്തുകൊണ്ട് വായിക്കണം. ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? മരിച്ചു പോകുന്ന മനുഷ്യന് നിന്നോട് എന്ത് ചെയ്യാൻ കഴിയും ചോദിക്കുകയാണ് അച്ഛൻ. മരിച്ചു പോകുന്ന എനിക്ക് ഉഷേച്ചിന് എന്ത് ചെയ്യാൻ കഴിയും? എന്തെങ്കിലും ചെയ്യാൻ പറ്റോ? കർത്താവ് ഉഷേച്ചിയുടെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നടു നിവർത്തി നിന്നിട്ട് പറയണം, കർത്താവ് എന്റെ കൂടെയുണ്ടെങ്കിൽ ആർക്ക് എന്നെ എതിരിടാനായിട്ട് സാധിക്കും? Even an army encamp against me, nothing they can do against me because the Lord stands with me. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി പേടിക്കോ? നിങ്ങൾ ആരെങ്കിലും പേടിക്കോ? ഉറപ്പാണോ? ധൈര്യത്തോടെ ജീവിക്കോ? ഞാനൊരു കാര്യം പറയാട്ടോ, നമുക്ക് വല്ലാതെ സഹനമൊക്കെ ഉണ്ടാവുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഓർക്കാണ് ഒരു കാലഘട്ടത്തിൽ എൻ്റെ മൂക്കിൽ നിന്ന് തീ വരുമായിരുന്നു. തീ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, ടെൻഷൻ എന്നൊക്കെ പറയുന്നത് ഞാൻ ചിന്തിച്ച കർത്താവ് എൻ്റെ തലയിൽ കൂടി കർത്താവ് ഈ ഗെത്സമനെ അനുഭവത്തിൽ ഇരുന്നത് പോലെ ചോര വരുമെന്നൊക്കെ പോലെ ടെൻഷൻ അടിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. പക്ഷെ ഞാൻ ആ സമയത്ത് ചെയ്തിരുന്ന കാര്യമാണ് സീക്രട്ടായിട്ട് മിണ്ടാതിരുന്നിട്ട് പറയും, കർത്താവെ നന്ദി കേട്ടോ, നന്ദി, ഒന്നും എതിര് പറയാനില്ല കേട്ടോ, നന്ദി നന്ദി നന്ദി. നീ ഉണ്ടല്ലോ, നിന്റെ ശക്തി ഉണ്ടല്ലോ, നിന്റെ കൃപയുണ്ടല്ലോ, നിന്റെ കരബലം ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കും. അങ്ങനെ കർത്താവിനോട് ഒരിക്കൽ പോലെ എതിര് പറയാറില്ല. വളരെ സൈലന്റ് ആയിട്ടിരിക്കും. വളരെ സൈലന്റ് ആയിട്ട് കർത്താവിന് ആ സഹനത്തിന്റെ സമയത്ത് നന്ദി പറയും. അങ്ങനെ നന്ദി പറഞ്ഞ് ഒരു ധൈര്യം എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഒരു ധൈര്യം, കർത്താവിന്റെ ആത്മാവിന്റെ ധൈര്യം എൻ്റെ ഉള്ളിലേക്ക് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്ത് പറയുമ്പോഴും ചിരിച്ചിട്ടേ പറയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എന്ത് പറയുമ്പോഴും ചിരിച്ചിട്ടേ പറയുള്ളൂ. അത് അങ്ങനെ കിട്ടിയൊരു കൃപയാണ്. അത് സഹനമില്ലാതിരുന്നിട്ടൊന്നുമല്ല. കർത്താവിനോട് നമ്മളിങ്ങനെ പറ്റിച്ചേർന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു കൃപ കർത്താവ് തരും, ഒരു ഗിഫ്റ്റ് കർത്താവ് തരും. അത് സഹനത്തിലൂടെ മാത്രമേ കർത്താവ് തരുള്ളൂ. അത് നമ്മളെ നശിപ്പിക്കാനല്ല, ധൈര്യം കൂടുതൽ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ധൈര്യം ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. എന്തൊക്കെയാ? ഒന്ന്, അനുസരണം വേണം കേട്ടോ. അനുസരിക്കണം കേട്ടോ. നമ്മൾ ദൈവത്തെ അനുസരിക്കുമെങ്കിൽ നമുക്കൊരു ധൈര്യമായിരിക്കും. ഇപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാണെങ്കിൽ ഒന്നും വേണ്ട, കുറച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാണെങ്കിൽ നമുക്കൊരു ധൈര്യമായിരിക്കും. അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? തട്ടിപ്പൊന്നും കാണിക്കാതെ ആരെയും വഞ്ചിക്കാതെയൊക്കെ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് എന്ത് ധൈര്യവും സമാധാനവും ഇരിക്കുന്നവരെ ജീവിതത്തിൽ. പാപമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ടെൻഷനായിരിക്കും. നമ്മൾ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനും അസമാധാനവും ഒക്കെ ആയിരിക്കും. പാപിക്ക് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരിക്കലും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. നമ്മളിന്ന് വിശുദ്ധിയിൽ ജീവിച്ചു നോക്കിയേ, ഭയങ്കര സ്വസ്ഥതയായിരിക്കും. സമാധാനം, സന്തോഷം എന്ന് പറയാൻ നമുക്ക് പറ്റും. ഒരു എവിടെയും ലോകത്തോട് കെട്ടപ്പെട്ടു പോകാതെ ഈ ദൈവത്തോട് മാത്രം കെട്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിക്ക് ഭയങ്കര സമാധാനവും ധൈര്യവും സന്തോഷവും ഒക്കെ ആയിരിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ധൈര്യം ഉണ്ടാവണമെങ്കിൽ, രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ? അനുസരണം, പിന്നെ പ്രാർത്ഥന ഉണ്ടാവണം. ഇനി മൂന്നാമത്തേത് വിശ്വാസം ഉണ്ടാവണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിശ്വാസം ഉണ്ടാവണം. വിശ്വാസം ധൈര്യത്തോടെ ജീവിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടാവണം. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാരാ? അബ്രഹാം. അച്ഛനൊന്ന് ആരാണ് ആദ്യം പറഞ്ഞതെന്ന് പറയണം കേട്ടോ. ഞാൻ അച്ഛൻ ആദ്യം നോക്കട്ടെ, ഈ ബൈബിൾ മറിക്കട്ടെ. അബ്രഹാത്തിനെ നമുക്ക് എവിടെയാ കാണാൻ പറ്റുക? ഉൽപ്പത്തിയിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും പുതിയ നിയമത്തിൽ വരെ അബ്രഹാത്തിനെ കാണാൻ പറ്റും, മെൻഷൻ ചെയ്യും. അപ്പോ ഈ അബ്രഹാം ബലിയർപ്പിക്കുന്നത് എത്രാം അധ്യായത്തിലാണ്? പറഞ്ഞതാ 28. ആരാ പറഞ്ഞു 28? 22-ാം അധ്യായത്തിലാണ് അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് പോകുന്നു. അബ്രഹാത്തെ വിളിക്കുന്ന പേരെന്താണ്? വിശ്വാസികളുടെ പിതാവ്. ഞാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ധ്യാനിക്കാൻ ചിന്തിക്കും, ഈ മനുഷ്യന് എന്ത് ധൈര്യം വേണമല്ലേ? സ്വന്തം കൊച്ചിനെയും കൊണ്ട് മലമുകളിലേക്ക് ചെന്നിട്ട് വിറകൊക്കെ നിരത്തി കൊച്ചിനെ അവിടെ കിടത്തിയിട്ട് കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് കഴുത്ത് വെട്ടാൻ പോവാണ്. ഞാൻ ചിന്തിക്കും, ദൈവമേ, എവിടെ നിന്ന് ഒരു അപ്പനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാര്യം.
പക്ഷേ ചെയ്യാൻ പറ്റും. എപ്പോഴാ? അത്രയും ആഴത്തിലൊരു വിശ്വാസം ഈ അബ്രഹാത്തിന് വന്നു കഴിഞ്ഞപ്പോ, വിശ്വാസികളുടെ പിതാവായ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ആ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ പോലും അബ്രഹാം തയ്യാറായി എന്നുള്ളതാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കണ്ണും മൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചേക്കണം. കണ്ണും മൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചേക്കണം കർത്താവിനെ. എന്തെങ്കിലുമൊക്കെ രോഗം വന്നു കഴിയുമ്പോൾ എന്റെ കർത്താവ് എന്നെ പിടിച്ചോളൂ എന്ന് കണ്ണും മൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചേക്കണം. ഈ കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാനൊരു ഡോക്ടർ, അവൻ MBBS പഠിക്കുകയാണ്. അവനെ ഒരു പരീക്ഷയ്ക്ക് മാത്രം പൊട്ടി, ബാക്കി എല്ലാത്തിനും ജയിച്ചു. ഭയങ്കര മാർക്കാണ് എല്ലാത്തിനും. അച്ഛാ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഞാൻ തോക്കുമെന്ന്. ഒരുവന് ഇതിനാണ്, പ്രാക്ടിക്കലിനാണ് അവൻ തോറ്റുപോയത്. തിയറിക്കൊക്കെ ഭയങ്കര മാർക്കാണ്. അപ്പൊ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ട് അവനിവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു, കണ്ണും മൂട്ടി അങ്ങനെ വിശ്വസിച്ചോ, അടുത്ത ആഴ്ച നീ എഴുതുന്ന പരീക്ഷയിൽ 100% ജയിക്കുമെന്ന് പറഞ്ഞു. കണ്ണും മൂട്ടി. അച്ഛൻ ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ എന്തുകൊണ്ടാണ്? എന്നിട്ട് അവന് സമാധാനമില്ല. അവൻ പറയണേ, എന്തുകൊണ്ടാണ് അച്ഛാ ഞാൻ തോറ്റുപോയത്? ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ട് ഞാൻ ഈസി ആയിട്ട് ജയിക്കുമെന്ന് വിചാരിച്ച പരീക്ഷയ്ക്ക് ഞാൻ തോറ്റുപോയത്. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം നിന്നെ ഒന്ന് തട്ടി താഴ്ത്തിടാനോ അഹങ്കാരമൊക്കെ ഒന്ന് ചെത്തി മിനുക്കാൻ വേണ്ടിയിട്ട് തന്നാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി പറഞ്ഞു, കണ്ണു മൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചോ, അടുത്ത പരീക്ഷയ്ക്ക് നീ ജയിക്കുമെന്ന്. ഇന്ന് എനിക്ക് അവന്റെ വോയിസ് മെസ്സേജ് വന്നിരുന്നു, അച്ഛാ കണ്ണും മൂട്ടി ഞാൻ വിശ്വസിച്ചു, ഞാൻ ജയിച്ചു. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ അങ്ങോട്ട് കണ്ണും മൂട്ടി വിശ്വസിക്കുക. എന്റെ രോഗം കർത്താവ് ഏറ്റെടുത്തോളും, എന്റെ സഹനം കർത്താവ് ഏറ്റെടുത്തോളും, എന്റെ വിനകള് കർത്താവ് ഏറ്റെടുത്തോളും, എന്റെ കടബാധ്യതകള് കർത്താവ് ഏറ്റെടുത്തോളും. ഇങ്ങനെ അബ്രഹാത്തിനെ പോലെ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തെ പോലെ കണ്ണും പൂട്ടി ദൈവത്തെ അങ്ങോട്ട് വിശ്വസിച്ചോ, ദൈവം നിന്നെ വഴി നടത്തിക്കോളും. 2 കൊരിന്ത്യർ 5-ാം 6-9 വാക്യങ്ങൾ. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും എന്തുണ്ട്? എല്ലായ്പ്പോഴും ധൈര്യമുണ്ട്. വായിച്ചോ. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്താ അഭിഷേകമുള്ള വചനമാണല്ലേ. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണ്. ഇതൊരു വേദനയാണ്. ചില സമയത്ത് ഈ മിസ്റ്റിക്കുകൾക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. ഭയങ്കര പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ആഴപ്പെട്ട് കഴിയുമ്പോൾ ശരീരം, നമ്മുടെ ആരാണ് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നില്ലേ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറയുന്നില്ലേ. അതായത് ആത്മാവിന്റെ ഒരു വിലാപമാണ്. ആത്മാവ് മരിക്കുമ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് പോവാണ്. അതൊരു നേട്ടമായിട്ട് കാണുകയാണ്. ചില വിശുദ്ധരൊക്കെ, നമ്മുടെ സെയിന്റ് അഗസ്റ്റിൻ പറയുമല്ലോ, അങ്ങിൽ നിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. ദാഹമാണ് കർത്താവിങ്കിലേക്ക്. ഈ ശരീരം വിട്ട് ആത്മാവ് കർത്താവിങ്കിലേക്ക് നിലയം പ്രാപിക്കണം എന്നുള്ളൊരു ദാഹമാണ്. ആ ദാഹമാണ് ആദ്യത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. നയിക്കപ്പെടുന്നത് എന്താലാണ്? വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. കണ്ടോ, ഈ ധൈര്യം വേണമെങ്കിൽ എന്ത് വേണമെന്ന് പറയാ വചനം? ധൈര്യം വേണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം. ഹലോ, എന്ത് വേണം? വിശ്വാസം. ധൈര്യം വേണമെങ്കിൽ വിശ്വാസം വേണം. ജീവിതത്തെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെങ്കിൽ വിശ്വാസം കൂടിയേ തീരൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓക്കേ.